നിങ്ങളൊരു സംരംഭകരാണോ? നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും? എൻ്റെ പേര് വർഗീസ് തരകൻ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ബിസിനസ് സംരംഭകർക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് ഇൻസ്പയർ ചെയ്യുക? എന്തിനാണ് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കസ്റ്റമർ അവർക്ക് ഒരു പ്രോബ്ലമുണ്ട്, അവർക്കൊരു ആവശ്യമുണ്ട്. ഈ പ്രോബ്ലത്തെ അവരെക്കാൾ നല്ലതുപോലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവിടെ നിങ്ങൾക്കവരെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്കവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എംപത്തറ്റിക് ആയിരിക്കണമെന്നുള്ളതാണ്. അതായത് അവർക്ക് ഏത് ഇമോഷനാണോ അവർക്കുള്ളത്, ആ ഇമോഷന് തുല്യമായ രീതിയിലുള്ള ഇമോഷൻസ് നമ്മൾ കൊടുത്ത് അതിനനുസരിച്ചുള്ള ആക്ഷൻസ് ചെയ്യണം. ഇവിടെ കസ്റ്റമറിനൊരു ഇഷ്യൂ ഉണ്ട്, കസ്റ്റമറിനൊരു പ്രോബ്ലമുണ്ട്. ഈ പ്രോബ്ലത്തെ അവരെക്കാട്ടിലും മനോഹരമായി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അവരെക്കാട്ടിലും മനോഹരമായി നിങ്ങൾക്ക് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം, അത് അവതരിപ്പിക്കാൻ പറ്റണം എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറിനെക്കാട്ടിലും മനോഹരമായി ഡീപ്പായി അവരുടെ പ്രോബ്ലത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നു. അന്ന് നിങ്ങൾക്ക് അവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും. അവരെ ഇൻസ്പയർ ചെയ്താൽ അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ആകും, അവർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സംരംഭകരെ, നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോഡക്റ്റാണോ? നിങ്ങളുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരുടെ ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനേക്കാൾ ബെറ്ററായി നിങ്ങളുടെ പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കുന്നുണ്ടോ? ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് പറയുന്നത് വാല്യൂ. നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് കസ്റ്റമറിൻ്റെ പ്രോബ്ലത്തെ കവർ ചെയ്യാൻ സാധിക്കുകയും അതോടൊപ്പം കസ്റ്റമറിന് ഇത് വാല്യൂ ഉള്ള പ്രോഡക്റ്റാണ് അഥവാ വർത്തായ പ്രോഡക്റ്റാണ് എന്ന് കസ്റ്റമറിന് തോന്നുന്ന നിമിഷം അവർ നിങ്ങളുടെ പ്രോഡക്റ്റിനെ റഫറൽ പ്രോഡക്റ്റായി കണക്ക് കൂട്ടുകയും അവർ മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് റെഫർ ചെയ്യുകയും ചെയ്യും. ആദ്യം അവർ കൺവിൻസ് ആകണം, അതിനുശേഷം അവർ സാറ്റിസ്ഫൈ ആകണം. സാറ്റിസ്ഫൈ ആയതിനു ശേഷം അവർ പുറം ലോകത്തേക്ക് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും സംസാരിക്കും. ഈ ലോകത്ത് സക്സസ് ആയ മുഴുവൻ കമ്പനികളുടെ ഹിസ്റ്ററി നിങ്ങൾക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അവരുടെ പ്രോഡക്റ്റുകളെല്ലാം കസ്റ്റമറിൻ്റെ ഓരോ പ്രശ്നങ്ങൾക്കും കസ്റ്റമറെക്കാട്ടിലും കൂടുതൽ അവർ അവെയറായിരുന്നു. ആ പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യുന്നതോടൊപ്പം കൃത്യമായ വാല്യൂ മാർക്കറ്റിൽ കൊടുത്തിട്ടുമുണ്ട്. അങ്ങനത്തെയുള്ള പ്രോഡക്റ്റുകളാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. ഈ അറിവ് നിങ്ങളുടെ സംരംഭക ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് നൽകുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റും എഴുതാവുന്നതാണ്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.